സൂക്ഷ്മജീവികൾ ഭാഗം 2. അനുകൂല സാഹചര്യങ്ങളിൽ ഏതാണ്ട് എത്ര മിനിറ്റ് കൊണ്ടാണ് ബാക്ടീരിയകൾ രണ്ടായി വിഭജിക്കുന്നത്? 20 മിനിറ്റ്. ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ ഹാലോഫൈൽ ബാക്ടീരിയ. ഉയർന്ന ഊഷ്മാവിനെയും അതിജീവിക്കുന്ന ബാക്ടീരിയകൾ തെർമോഫൈലുകൾ. ജീവകോശങ്ങൾക്കുള്ളിൽ ജീവന്റെ ലക്ഷണവും പുറത്തായിരിക്കുമ്പോൾ അചേതനവുമായ സൂക്ഷ്മജീവികൾ വൈറസ്. വൈറസ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം വിഷം. വംശവർദ്ധനവിന് ബാക്ടീരിയകളെ ഉപയോഗിക്കുന്ന വൈറസുകൾ അറിയപ്പെടുന്നത് ബാക്ടീരിയ ഭോജികൾ. ഡെങ്കിപ്പനി, പിള്ളവാതം, പന്നിപ്പനി, ജലദോഷം, എയ്ഡ്സ് എന്നിവയ്ക്ക് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകൾ. ബാക്ടീരിയകളെ പോലെ ഘടനയുള്ള എന്നാൽ ചെറുതായ സൂക്ഷ്മജീവികളാണ് റിക്കറ്റ്സിയ. ടൈഫസ്, ക്യൂ ഫീവർ എന്നിവയ്ക്ക് കാരണമായ സൂക്ഷ്മജീവികളാണ് റിക്കറ്റ്സിയ. ചുണങ്ങ്, വട്ടച്ചൊറി, ആണിരോഗം എന്നിവയുണ്ടാകുന്ന സൂക്ഷ്മജീവികളാണ് ഫംഗസ്. കോശങ്ങളിൽ മർമ്മമുള്ള ഏകകോശ ജീവിയാണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവകൾക്ക് ഉദാഹരണമാണ് അമീബ, പാരമീസിയം. കപടപാദങ്ങൾ, സീലിയ, ഫ്ലാഗെല്ല എന്നീ ഘടനകൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന സൂക്ഷ്മജീവികളാണ് പ്രോട്ടോസോവ. ശരീരപ്രതലത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള രാസവസ്തുക്കൾ അറിയപ്പെടുന്നത് ആന്റിസെപ്റ്റിക്കുകൾ. വയറുകടി, മലമ്പനി, കാല അസർ എന്നിവയ്ക്ക് കാരണമായ സൂക്ഷ്മജീവികളാണ് പ്രോട്ടോസോവകൾ.